കൺഫസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ട് ഈ മരണ കാരണം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ല, അത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അത് അറിയാൻ പറ്റൂ. അപ്പോൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിജീവിതയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. പാരൻസിന് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. പാരൻസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞിരുന്നില്ല. മറക്കാനുള്ള ഒരു ശ്രമത്തിലാണോ താഴേക്ക് എറിഞ്ഞത്? പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് എറിഞ്ഞത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ പ്രസവം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് മറക്കാനുള്ള ഉദ്ദേശം തന്നെയായിരുന്നു കരുതുന്നത്. അങ്ങനെ ഒരു പാനിക് ആയിരുന്നു. പക്ഷെ പാരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല. പാരന്റ്സിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കുട്ടിയുടെ കഴുത്തിൽ ഷാള് കുരുങ്ങിടപ്പുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് വ്യക്തമാവുന്നുണ്ടോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ. കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പേര് വിവരങ്ങൾ പുറത്ത് പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ഇവർക്ക് വൈദ്യസഹായം അടക്കം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണോ ഏർപ്പെടുത്തുന്നത്? ആ വൈദ്യസഹായവും അതിനെ തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ ചെയ്യുന്നത്. പാരന്റ്സ് ഇൻവോൾവ് അല്ല. പാരന്റ്സ് അറിഞ്ഞിട്ടില്ല. ഏതിന്റെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു. പാരന്റ്സിന് അറിയില്ലായിരുന്നു. മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത്. ഏകദേശം 5 മണിയോടെ. പിന്നെ 8 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം ഇപ്പൊ 3 മണിക്കൂർ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലായിരുന്നു ഈ സംഭവം, ഇൻസിഡന്റ് നടന്നത്. ബാൽക്കണി. ഏത് മാസമില്ല, ഇന്ന് രാവിലെയാണ്. 3 മണിക്കൂർ. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റത്തുണ്ട്, റോഡിലേക്ക് എറിഞ്ഞു. അത് കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ്. ലൈവ് ബർത്ത് ആണെന്നാണോ അതോ ചാപിള്ളയാണെന്നാണോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അത് വെദർ ഇറ്റ് ഇസ് എ സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് ഇസ്